എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു ബ്യൂട്ടി ടിപ്സാണ് കാണിക്കുന്നത്. വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ബ്യൂട്ടി ടിപ്സാണിത്. പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ആണുങ്ങൾക്കും ഇത് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഫേസിലുള്ള ഡെഡ് സെൽ സ്കിന്നിനെ എങ്ങനെ നമ്മുടെ വീട്ടു സാധനങ്ങൾ ഉപയോഗിച്ച് റിമൂവ് ചെയ്ത് നല്ല ക്ലീനാക്കി നല്ല ഗ്ലോ ആയിട്ട് ഫേസ് എടുക്കുക എന്നതിനെക്കുറിച്ചാണ് കാണിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ മൊത്തം വീഡിയോ കണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഫസ്റ്റ് നമ്മൾ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്യണം. ക്ലെൻസർ വെച്ചോ അല്ലെങ്കിൽ ഒരു ഫേസ് വാഷോ വെച്ച് നമ്മൾ ക്ലീൻ ചെയ്ത ശേഷമാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അത് ഏതൊരു പ്രോഡക്റ്റ് ഇടുന്നതിന് മുന്നേ ക്ലീൻ ചെയ്യണം ഫേസ്. ഫസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ തൈരാണ്. തൈരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആൻറ്റി ബാക്ടീരിയ പ്രോപ്പർട്ടി കൂടിയുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ഫേസിനെ നന്നായിട്ട് ക്ലെൻസ് ചെയ്യാനായിട്ട് പറ്റിയൊരു കാര്യമാണ് നമ്മളുടെ തൈരെന്ന് പറയുന്നത്. അപ്പം തൈര് നന്നായിട്ടങ്ങ് തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം ഞാൻ പഞ്ചസാരയാണ് ആഡ് ചെയ്യുന്നത്. പഞ്ചസാര എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പിഗ്മെൻറ്റേഷൻ ട്രീറ്റ്മെൻറ്റിനോ മറ്റോ പോകുമ്പോൾ ഒരു കെമിക്കൽ പീല് ചെയ്യുവാണെങ്കിൽ അതിനകത്ത് വരുന്ന ആസിഡ് എന്ന് പറഞ്ഞാൽ ഗ്ലൈക്കോളിക് ആസിഡാണ്. അതെടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഷുഗർ കെയിനിൽ നിന്നാണ്. അതുകൊണ്ട് സെയിം തന്നെ പഞ്ചസാരയിൽ ഷുഗർ കെയിനിൽ നിന്നായതുകൊണ്ട് തന്നെ വളരെ ഒരു നല്ലൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. അതിൻ്റെ മീതെ നമ്മൾ ഇടുന്നതെന്ന് പറഞ്ഞാൽ ബേക്കിംഗ് പൗഡറാണ്. ബേക്കിംഗ് പൗഡർ ഇട്ട് ഒരുപാട് പ്രഷർ കൊടുത്ത് സ്കിന്നിൽ ഇടരുത്. സ്ലോ ആയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ചെയ്തതിന് ശേഷം നമ്മൾ വിനാഗിരിയാണ് ഇടുന്നത്. വിനാഗിരി ഇട്ട് ഇതിനകത്ത് ടൈം ഞാൻ പറഞ്ഞിട്ടുണ്ട്, കൂടുതൽ നേരം ഇടല്. സെൻസിറ്റീവ് സ്കിന്നുകാരൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ടൈമിൻ്റെ ഡ്യൂറേഷനൊന്ന് കുറച്ചാൽ മതി. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണിത്. അതുപോലെ തന്നെ ഈ ഐസ് ക്യൂബും ഏറ്റവും ബെസ്റ്റാണ്. കാര്യം നമ്മുടെ പോഴ്സൊക്കെ മിനിമൈസ് ചെയ്യുന്നതിനും നമ്മുടെ ഇത് ടൈറ്റ് ചെയ്യുന്നതിന് സ്കിൻ ടൈറ്റ് ചെയ്യാവുന്നതിനും എല്ലാം ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ് ഐസ് ക്യൂബ്. അപ്പോൾ ഐസ് ക്യൂബും കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് തുടച്ച് മാറ്റുക. തുടച്ച് മാറ്റിയതിന് ശേഷം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഓയിലാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതൊക്കെ ചെയ്യുമ്പോഴത്തേന് ഒരു പക്ഷേ നമ്മളുടെ സ്കിൻ പെട്ടെന്ന് കയറിയിട്ട് ഡ്രൈ ആവും. നമ്മുടെ ഡെഡ് സ്കിന്നെല്ലാം പോയി കഴിയുമ്പോഴത്തേന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഓയിൽ കൊടുത്ത് മസാജ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഓറഞ്ച് അപ്ലൈ ചെയ്യുന്നത്. വൈറ്റമിൻ സി കൂടുതൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നല്ല ഗ്ലോ കിട്ടാനും അതുപോലെ തന്നെ നല്ലൊരു എക്സ്ഫോളിയേഷൻ പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് തന്നെ വളരെ ബെസ്റ്റാണ് നമ്മളുടെ ഓറഞ്ച്. അതിനുശേഷം ഞാനൊരു മാസ്ക് പോലെ അപ്ലൈ ചെയ്യുന്ന, ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, തൈരിനകത്ത് സഫ്രോൺ മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഹണിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ആഡ് ചെയ്ത് ഇതുപോലെ തേച്ച് പിടിപ്പിക്കണം. നന്നായിട്ടൊന്ന് മസാജ് കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഡ്രൈ ആവുന്നതിനിപ്പോൾ മസാജ് കൊടുത്തിട്ട് വേണം കഴുകി കളയാനായിട്ട്. കഴുകി കളഞ്ഞതിന് ശേഷം നമ്മൾ എല്ലാ ദിവസവും യൂസ് ചെയ്യുന്ന പോലെ ടോണർ ഇതുപോലെ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വൈറ്റമിൻ സി ഇടുന്നുണ്ട്. നിങ്ങൾ എന്തൊക്കെയാണോ നിങ്ങളുടെ കാര്യങ്ങൾ യൂസ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കണ്ടില്ലേ, വൈറ്റമിൻ സി അപ്ലൈ ചെയ്തതിന് ശേഷം മോയ്സ്ചറൈസർ നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷം കണ്ടില്ലേ, ഇത് മോയ്സ്ചറൈസർ കൊടുത്തതിന് ശേഷം നമ്മൾ സൺബ്ലോക്കാണ് കൊടുക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എല്ലാ ദിവസവും ഒരു 7:30-8 മണിക്ക് മുമ്പേ സൺബ്ലോക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. വൈകിട്ട് 5 o'clockന് ശേഷം നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് നിങ്ങൾ ഇതൊന്നും ചെയ്തില്ലെങ്കിൽ തന്നെ ഒരു മോയ്സ്ചറൈസറും സൺബ്ലോക്കും എങ്കിലും ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ഇത് ഇത്രയാകുമ്പോഴത്തേന് ഫേസ് നല്ല ഗ്ലോയും നല്ല ക്ലീനും ആയിട്ടിരിക്കുക. അടുത്ത വീഡിയോ കാണും വരെ ടേക്ക് കെയർ. ബൈ.